കിഡ്നാപ്പറുമായി സംസാരിച്ചുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് കയറി ചെന്ന സാമോൺ അവിടെ ഹീജു ഫോൺ ചെയ്യുന്നത് പോലെ നിൽക്കുന്നത് കണ്ട് ആകെ ഷോക്ക് ആവുന്നത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഹീജുവിന് സംസാരിക്കാൻ കഴിയും എന്നുള്ള വീഡിയോ കണ്ട ശേഷം പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന സാമോണിനെയാണ്. ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അവൻ ഹീജുവിന്റെ അമ്മ അവളെ വാഷ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാനിടയാവുന്നു. അങ്ങനെ അവൻ അവരെ ഫോളോ ചെയ്ത് അതിന്റെ പുറത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. അകത്ത് അമ്മയും അവളും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ അവൻ പുറത്ത് നിന്ന് കേൾക്കാനിടയാവുന്നു. അതിനുശേഷം അമ്മ പുറത്തേക്കിറങ്ങി വന്ന സമയത്ത് അവനെ കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ അവൻ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അമ്മയ്ക്ക് പിടിക്കാനായി തന്റെ കൈ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവരെ കൂട്ടി മുന്നോട്ട് നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഹീജുവിനെ പറ്റി അവൻ സംസാരിക്കുന്നു. എന്നു മുതലാണ് ഹീജു ഇങ്ങനെ സംസാരിക്കാതായതെന്ന് അവൻ ചോദിച്ചപ്പോൾ അത് നിനക്കും അറിയാവുന്നതല്ലേ, അന്നത്തെ ആക്സിഡന്റിന്റെ ഷോക്കിലാണ് അവൾ സംസാരിക്കാത്തതെന്ന് അമ്മ പറയുന്നു. ആ ആക്സിഡന്റ് നടന്നിട്ട് ഇപ്പോൾ 20 വർഷങ്ങൾക്ക് മുകളിലായില്ലേ, ഇത്രയും വർഷങ്ങളായിട്ടും അവൾക്ക് അതിന്റെ ഷോക്ക് മാറിയില്ലേ? സാധാരണ സെലക്റ്റീവ് മ്യൂട്ടിസം സംഭവിക്കുന്ന ഒരാൾ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹീജുവിന് ആ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ അന്ന് നടന്ന ആക്സിഡന്റിന്റെ കുറ്റബോധം കാരണമായിരിക്കണം അവൾ ഇപ്പോഴും സംസാരിക്കാത്തതെന്ന് അമ്മ പറയുന്നു. അവൾക്ക് എന്തിനാണ് കുറ്റബോധം തോന്നുന്നത്? ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് അവളാണോ എന്നവൻ തിരിച്ച് ചോദിച്ചപ്പോൾ ആക്സിഡന്റ് ഉണ്ടാക്കിയത് അവളല്ലെങ്കിലും അന്നത്തെ ആക്സിഡന്റിൽ ചെയർമാന്റെ മകൻ മരിച്ചില്ലേ, എനിക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ അവൾ ഷോക്കാവുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അമ്മ പറയുന്നു. അമ്മ കാരണമാണ് ഹീജു സംസാരിക്കാത്തതെന്ന് അവന് ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അവനിങ്ങനെ പെട്ടെന്ന് ഹീജുവിന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നതിന് എന്താണ് കാരണമെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഹീജുവിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്, അതുകൊണ്ട് അവളോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം എന്നൊരു വാണിംഗ് പോലെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് ഡ്രിങ്ക്സ് കഴിച്ച് ഫ്രണ്ട്സിനൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹീജു പുറത്തേക്ക് ഇറങ്ങി പോയത്. അവളങ്ങനെ പോകുന്നത് അവൻ കണ്ടിരുന്നു. അവൻ പുറകെ പോകാൻ തുടങ്ങിയ സമയത്ത് അവളുടെ രണ്ടാനച്ഛൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ഇലക്ഷൻ ക്യാമ്പയിനിൽ അവൻ്റെ അച്ഛനെ സഹായിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം അവൻ ഡിലേ ആവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കിഡ്നാപ്പറുടെ കോളും അവന് വരുന്നു. അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ വാഷ്റൂമിൽ നിന്ന് ഒരു ജോലിക്കാരി അവളുടെ കോട്ട് എടുത്തുകൊണ്ട് വരുന്നത് അവൻ കാണുന്നു. അവളുടേതാണെന്ന് മനസ്സിലാവുന്നതിനാൽ അവൻ അത് കയ്യിൽ വാങ്ങുന്നുണ്ട്. ലിഫ്റ്റ് നോക്കിയപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവനും അവളെ ഫോളോ ചെയ്ത് റൂഫ് ടോപ്പിലേക്ക് എത്തിയത്. അവിടെ എത്തി അവനെ കണ്ടപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹീജു ആകെ ഷോക്ക് ആവുന്നുണ്ടല്ലോ. അവൻ കോൾ കട്ട് ചെയ്യാതെ തന്നെ മുന്നോട്ട് ചെല്ലാൻ തുടങ്ങുന്നു. ഹീജു പേടിച്ച് ആ കയ്യിലിരുന്ന ഫോൺ പെട്ടെന്നെടുത്ത് ബാഗിൽ വെച്ചിട്ട് അവൻ അത് വാങ്ങാതിരിക്കാനായി പുറകിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ നീങ്ങുന്ന കൂട്ടത്തിൽ അവൾ നിന്നിരുന്ന ആ ചെയറിൽ നിന്ന് മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് സാമോൻ ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് നിലത്തേക്ക് വീണത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം സാമോൻ എഴുന്നേൽക്കുന്നു. അതിനുശേഷം അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി കൈ നീട്ടുന്നുണ്ട്. പക്ഷെ അവൾ അവന്റെ കയ്യിൽ പിടിക്കാതെ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. അതുകണ്ട് ദേഷ്യം വന്ന് അവൻ അവളെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ വായിൽ നിന്ന് ചെറിയൊരു ഏമ്പകം പോലെ സൗണ്ട് പുറത്തേക്ക് വരുന്നു. പക്ഷേ സൗണ്ട് വന്നത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് വായ പൊത്തുന്നുണ്ട്. ഒരു ചെറിയ ശബ്ദമുണ്ടാക്കാൻ പോലും അവൾ എത്രമാത്രം പേടിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് താൻ വന്ന സമയത്ത് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ എന്ന് അവൻ ഓർമ്മ വന്നത്. അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നു. എനിക്കറിയാവുന്ന ഹീജുവിന് ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല, പിന്നെ നീ എങ്ങനെയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നത് എന്ന് അവൻ ചോദിക്കുന്നു. പക്ഷെ അവൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാൻ അവൻ കുറെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾ ചെറിയൊരു ശബ്ദം പോലും പുറത്തേക്ക് വിടാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്ത് അവനൊരു കോൾ വന്ന് അവൻ ഫോൺ എടുത്ത് നോക്കുന്നതിനാൽ ആ ഗ്യാപ്പിൽ ഹീജു അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് തടഞ്ഞു നിർത്തിയിട്ട് അവളുടെ കോട്ട് ധരിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവളെ പോവാൻ അനുവദിക്കുന്നുണ്ട്. പിന്നീടാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത്. വിളിച്ചത് ദോജയായിരുന്നു. നേരത്തെ കിഡ്നാപ്പർ വിളിച്ച കോൾ അവർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണ 10 മിനിറ്റ് കൂടുതൽ സംസാരിച്ചതിനാൽ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ നിൽക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് കിഡ്നാപ്പറും ഉള്ളത് എന്ന് ദോജ അവനെ അറിയിക്കുന്നു. പെട്ടെന്ന് ഹീജു ആയിരിക്കുമോ ഈ കിഡ്നാപ്പർ എന്ന രീതിയിൽ തന്നെ വിളിക്കുന്നത് എന്ന ഒരു സംശയം സാവോണിന് തോന്നുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അങ്ങനെ വരാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് കിഡ്നാപ്പർ അതേ ഹോട്ടലിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ഹീജുവിന് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന ചിന്ത അവന് തോന്നുന്നത്. അങ്ങനെ അവൻ വേഗം അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി അവളുടെ പുറകെ പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ ചെന്നപ്പോഴേക്കും അവൾ ലിഫ്റ്റിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സ്റ്റെയർ വഴി താഴേക്ക് ഓടുന്നുണ്ട്. പാർട്ടി നടക്കുന്ന ഹാളിന് മുന്നിലെത്തിയ ഹീജു അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സ്ക്രീനിലുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സാമോന്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ അകത്തേക്ക് പറഞ്ഞയക്കുന്നു. അതിനുശേഷം അവരും അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് അവിടെ വെച്ചിട്ടുള്ള സ്ക്രീനിൽ സാമോന്റെ മുത്തശ്ശന്റെ ഫോട്ടോ കണ്ടത്. അത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞ ചില വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്റെ വീട്ടിൽ തുരുമ്പ് പിടിച്ച ഒരു ചെറിയ സ്പൂൺ പോലും ഉണ്ടായിരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നിനക്ക് നിന്റെ മകന്റെ അമ്മയാവണോ അതോ എന്റെ മരുമകളാവണോ എന്നുള്ള കാര്യം നീ ഇപ്പോൾ തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവരെ ഫോഴ്സ് ചെയ്തതിനെ പറ്റിയാണ് അവർ ഓർക്കുന്നത്. അതിന്റെ ഓർമ്മ വന്നപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന വൈൻ
അയാളുടെ ഫോട്ടോയിലേക്ക് തുപ്പി ഒഴിച്ച ശേഷമാണ് അവർ അകത്തേക്ക് കയറി പോയത്. അവർക്ക് അയാളോട് അത്രയ്ക്ക് വെറുപ്പാണെന്ന് അർത്ഥം. സ്റ്റെയർ വഴി ഓടിപ്പിടിച്ച് താഴെ എത്തിയ സാമോൺ പാർട്ടി നടക്കുന്ന ഹാളിലെത്തി ഹീജു അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് സമാധാനമാവുന്നത്. അവൻ വീണ്ടും ദോജയെ വിളിച്ചിട്ട് അന്ന് അവിടെ എത്തിയിട്ടുള്ള ഗസ്റ്റുകളുടെ ലിസ്റ്റ് എല്ലാം അടിച്ചു പെറുക്കി എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. അത് മാത്രമല്ല വോയിസ് ചേഞ്ച് ചെയ്ത് ഒറിജിനൽ വോയിസിലേക്ക് ആക്കാൻ പറ്റുമോ എന്നും ട്രൈ ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും പാർട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുന്നതാണ്. ഹീജു അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സാമോൻ അവളെ വിളിച്ച് നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അന്നത്തെ അടയാളം നിന്റെ കാലിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കാൽ പരിശോധിക്കുന്നു. അവിടെ മറിഞ്ഞ വീണ് പൊട്ടിയതിന്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു വലിയ പട്ടി നിന്നെ കടിക്കേണ്ടതായിരുന്നല്ലോ. അന്ന് മറിഞ്ഞു വീണ സമയത്ത് പോലും നീ ഒന്ന് കരഞ്ഞ് ഞാൻ കേട്ടിരുന്നില്ല. അത്ര ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയാണ് അലർജിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും നീ ഒരു സംഭവം തന്നെ. നിനക്ക് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തനിക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ള കാര്യം അവന് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും അവൾക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ അവൻ ആ പറഞ്ഞ സംഭവത്തെ പറ്റി അവൾ അപ്പോൾ ഓർക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഒരു ന്യൂസ് ആങ്കർ ആവണമെന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആരുമില്ലാത്ത സമയത്ത് അവളിങ്ങനെ ന്യൂസ് വായിക്കുന്നത് പോലെ റൂമിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് അമ്മ അവളുടെ റൂമിലേക്ക് കയറി വന്നത്. അവൾ പെട്ടെന്ന് അമ്മ കാണാതെ താൻ വായിച്ചുകൊണ്ടിരുന്നത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. സ്കൂളിൽ ടീച്ചർ നൽകിയൊരു ഫോമിൽ ന്യൂസ് കാസ്റ്റർ ആവുകയാണ് തന്റെ ആഗ്രഹം എന്നുള്ള കാര്യം അവൾ എഴുതി കൊടുത്തിരുന്നു. അതുകൊണ്ടായിരുന്നു അമ്മ വന്നത്. സംസാരിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത്? നിന്നോട് എത്ര തവണ ഞാൻ ഇക്കാര്യം പറഞ്ഞു തന്നു? നീ സംസാരിച്ചു തുടങ്ങിയാൽ അന്നത്തെ ദിവസം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എത്ര പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ച് അമ്മ അവളെ കുറെ കുറ്റപ്പെടുത്തുന്നു. അതിന്റെ വിഷമത്തിൽ ഹീജു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. പക്ഷെ കരഞ്ഞുകൊണ്ട് ഓടി അവൾ ചെന്നെത്തിയത് ഒരു വലിയ പട്ടിയുടെ മുന്നിലാണ്. അതിനെ കണ്ട് പേടിച്ച് അവൾ തിരിഞ്ഞോടാൻ തുടങ്ങുന്നു. പട്ടി അവളുടെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ ഓടുന്നതിനിടയിൽ അവൾ മറിഞ്ഞ് റോഡിലേക്ക് വീഴുന്നു. പട്ടി തന്നെ കടിച്ചോന്ന് കരുതി അവൾ കണ്ണടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തിയ സാമോൺ അതിനെ എറിഞ്ഞ് ഓടിച്ച ശേഷം അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും അവൾ ഉറക്കെ കരഞ്ഞില്ല എന്നുള്ള കാര്യമാണ് അവൻ നേരത്തെ പറഞ്ഞത്. അന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം നീ കരയുന്നത് എന്തായാലും പട്ടി കടിച്ചിട്ടല്ല എന്ന് എനിക്കറിയാം. നിനക്ക് വീട്ടിലെന്തോ പ്രശ്നമുണ്ടായിട്ടാണെന്നറിയാം. എന്നാലും നിനക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്തുകൂടെ? നിന്റെ അമ്മയായാലും ചേച്ചിയായാലും നിന്നെ ഉപദ്രവിക്കുന്നത് ആരായാലും നിനക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് അവൻ കുറച്ച് മോട്ടിവേഷനൊക്കെ അവൾക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവളെ പുറകിൽ താങ്ങിയെടുത്തുകൊണ്ടാണ് അവൻ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട്ടത്. ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർത്തിട്ട് ഹീജു ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അത് മാത്രമല്ല അന്ന് കിഡ്നാപ്പർ എന്ന രീതിയിൽ സാവോൺ അവളെക്കുറിച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. സാവോണും ഇതേ സമയം ഉറങ്ങാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൻ സമയം എത്രയായി എന്നെടുത്ത് നോക്കുന്നു. 12:30 കഴിഞ്ഞിരിക്കുന്നു. ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. വാതിലിൽ തട്ടി വിളിച്ചിട്ടൊന്നും അവൾ തുറക്കാത്തതുകൊണ്ട് അവൻ അകത്തേക്ക് ഇടിച്ചേറി ചെല്ലുന്നുണ്ട്. ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നു. 20 വർഷങ്ങളായിട്ടും നിനക്ക് എന്നോട് സത്യം പറയണമെന്ന് തോന്നുന്നില്ലേ? അന്ന് നീ ഒരു കുട്ടിയായിരുന്നെങ്കിലും പറയാം. ഇപ്പോൾ നീ പക്വതയുള്ള ഒരു സ്ത്രീ ആയില്ലേ? എനിക്കൊപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോഴെങ്കിലും നിനക്ക് എന്നോട് സത്യം പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവൻ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവൾ എന്തെങ്കിലും മറുപടി പറയാൻ തയ്യാറാവാതെ ഫോണിൽ ടൈപ്പ് ചെയ്താണ് അതിനുള്ള റിപ്ലൈ കാണിച്ചത്. എല്ലാവർക്കും സീക്രട്സ് ഉണ്ട്, നിനക്ക് സീക്രട്ട് ഇല്ലേ? നീയും എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്നായിരുന്നു അവൾ എഴുതി ചോദിച്ചത്. അതിന് ഉത്തരം പറയാൻ കഴിയാതെ അവന്റെ വായ അടഞ്ഞു പോകുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെ അവൻ ഇമാജിൻ ചെയ്ത് നോക്കിയതായിരുന്നു. ഇപ്പോഴും അവൻ അവന്റെ റൂമിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നതിനാൽ അവൻ ഹീജുവിന്റെ റൂമിലേക്ക് പോവാതെ പിന്തിരിയുന്നു. അന്ന് ഉറങ്ങാൻ ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവൻ ചെറുതായി മയങ്ങി പോകുന്നുണ്ട്. കാങ്ങാണെങ്കിൽ ഈ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഴ്സിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. താൻ പറയുന്നത് ബോറാവുന്നതുകൊണ്ടായിരിക്കണം അവൻ ഇരുന്ന് ഉറങ്ങുന്നതെന്ന് വിചാരിച്ച കാങ് അവനെ വിളിച്ചുണർത്തിയിട്ട് എന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അക്കാര്യം പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇഷ്ടക്കേട് കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് തയ്യാറാക്കിയത് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നു. പക്ഷെ അയാളുടെ പ്രസന്റേഷൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ ശേഷം അവൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ബ്രേക്ക് ടൈമിൽ കാങ് ടോയ്ലറ്റിനുള്ളിൽ ചെന്നിരുന്ന് വൈഫിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം സംസാരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന കാങ്ങിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഫോൺ താഴെ വീണു പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, സാമോൻ അവിടെ നിൽപ്പുണ്ട്. അവനെ കണ്ട് പേടിച്ചിട്ടാണ് ഫോൺ താഴെ പോയത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സാമോൻ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കാങ്ങും പുറകെ ചെല്ലുന്നുണ്ട്. പുറത്തൊരിടത്ത് പോയി നിന്നാണ് അവർ സംസാരിച്ചത്. നിങ്ങൾ ഭാര്യയോടെ എല്ലാ സീക്രട്സും പങ്കുവയ്ക്കാറുണ്ടോ എന്നാണ് സാമോൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് മുമ്പ് ഭാര്യയോട് അവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാണോ അവനിങ്ങനെ ചോദിക്കുന്നത് എന്ന് കാങ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലേ? ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ടോ എന്നൊക്കെയാണ് സാമോൻ ചോദിച്ചത്. സാമോന്റെ ഭാര്യ അവന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഏതെങ്കിലും എമർജൻസി ഫണ്ടിനെ കുറിച്ചൊക്കെ അവനോട് പറയാതെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത് എന്ന് കാങ് അവനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും അല്ല എന്ന് സാമോൻ പറഞ്ഞപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും പരസ്പരം എല്ലാ കാര്യങ്ങളിലും ചുഴിഞ്ഞിറങ്ങി ഒരു അന്വേഷണം നടത്തുന്നതിന് പകരം ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് അടിക്കുന്നത് തന്നെയാണ് നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നല്ലത്.
ഓരോ നിസ്സാര കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഒട്ടും സുഖമായിരിക്കില്ല എന്നൊക്കെ കാങ് ഉപദേശിക്കുന്നു. പിന്നെ സാവോന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവൻ ആവശ്യപ്പെടുന്നത് പോലെയുള്ള പെർഫെക്ഷൻ ദാമ്പത്യ ജീവിതത്തിലും വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഒട്ടും ശരിയാവില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാലേ ലൈഫ് സുഖമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും കാങ് പറയുന്നുണ്ട്. ഹീജുവിന്റെ ഓഫീസിൽ എല്ലാവരും ഈ സമയം അവളുടെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരുന്നതും പ്രതീക്ഷിച്ച് അവളുടെ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന് ചുറ്റും ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാവന്റെ ഓഫീസിൽ നിന്നുള്ള മെസ്സേജ് അതിലേക്ക് വരുന്നു. ഹീജു അതെടുത്ത് നോക്കിയ ശേഷം ആകെ ഷോക്ക് ആയതുപോലെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അവളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ അവൾ ഇന്റർവ്യൂ ഫെയിലായി കാണുമെന്നാണ് ചുറ്റും ഇരുന്നവർ വിചാരിച്ചത്. അങ്ങനെ അവർ എന്ത് പറഞ്ഞ അവളെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ സംശയം തോന്നി അവളുടെ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്ന സീനിയർ അവളുടെ ഫോണിലെ മെസ്സേജിലേക്ക് നോക്കുന്നു. അങ്ങനെ അവൾ പാസ്സായി എന്ന് എല്ലാവരും അറിയുന്നുണ്ട്. എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീജു അങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത് കാരണം അവർ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഇന്റർവ്യൂ പാസ്സായതിന് അവൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിവരം വീട്ടിലുള്ളവരെ വിളിച്ചറിയിക്കാനും ഇന്റർവ്യൂ പാസ്സായതിന് ഒരു ട്രീറ്റ് നടത്തണമെന്നുമൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഹീജുവിനും ശരിക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവൾ ആദ്യം ഒന്നും അത് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഫാമിലിയെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അച്ഛനെ വിളിക്കുന്ന കാര്യമാണ് അവൾക്ക് മനസ്സിലേക്ക് വന്നത്. അച്ഛൻ്റെ നമ്പർ എടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് വിളിക്കാതെ അവൾ സാമോന്റെ നമ്പർ എടുക്കുന്നു. ഇന്റർവ്യൂ പാസ്സായ വിവരം എങ്ങനെ അവനോട് പറയണമെന്നറിയാതെ അവൾ കുറെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഇങ്ങനെ 3-4 തവണ ടൈപ്പ് ചെയ്യുകയും ഡിലീറ്റ് ആക്കുകയും ചെയ്ത ശേഷം എങ്കിൽ പിന്നെ എന്തെങ്കിലും ഇമോജി അയക്കാമെന്ന് കരുതി അവൾ ഇമോജി എടുക്കുന്നു. അപ്പോഴും ഏതയക്കണമെന്നറിയാതെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ അബദ്ധത്തിൽ അവളുടെ കൈ തട്ടി ഹേർട്ട് ഇമോജി അവന് സെൻഡ് ആവുന്നു. അവൻ അപ്പോൾ തന്നെ അത് കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഡിലീറ്റ് ആക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവൾ തലയിൽ കൈവച്ചിരിക്കുന്നുണ്ട്. സാവോൺ ഒരു മീറ്റിങ്ങിനിടയിലാണ് അവളുടെ ഈ മെസ്സേജ് കണ്ടത്. ഹീജു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനും ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. മീറ്റിങ്ങിൽ പറയുന്നതൊന്നും എന്താണെന്ന് പോലും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്റർവ്യൂവിൽ പാസ്സായി അടുത്ത ദിവസമാണ് ഇന്റർപ്രറ്റേഴ്സ് ജോയിൻ ചെയ്യാൻ വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ് നടത്തുന്നതിനെ കുറിച്ചായിരുന്നു മീറ്റിങ്ങിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ജോലി തിരക്കൊക്കെ കാരണം എല്ലാവർക്കും പകൽ സമയത്ത് ട്രീറ്റ് ഒന്നും നടത്താൻ പറ്റില്ല. അതുകൊണ്ട് രാത്രി ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യാം, എല്ലാവരും പങ്കെടുക്കുമോ എന്നൊക്കെയാണ് കാങ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാവോൺ ഇതൊന്നും കേൾക്കുന്നേ ഇല്ലല്ലോ. അങ്ങനെ കാങ് അവനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് സംസാരിച്ചതെന്ന് അവൻ ചോദിക്കുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കാങ് പറയുന്നു. സമയക്കുറവുകൊണ്ട് ഒരു ഡിന്നറിൽ കാര്യങ്ങൾ ഒതുക്കാമെന്നാണ് കാങ് സജസ്റ്റ് ചെയ്തതെങ്കിലും സാവോൺ അത് സമ്മതിക്കുന്നില്ല. പ്രസിഡൻഷ്യൽ ഓഫീസിൽ ആദ്യമായിട്ടാണല്ലോ ഇന്റർപ്രറ്റേഴ്സിനെ ജോലിക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാധ്യമങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നമുക്ക് പരിപാടികൾ നടത്താം. ഡിന്നറിൽ ഒതുക്കാതെ ഈ വീക്കെൻഡിൽ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തോ. അത് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന വിധത്തിലുള്ള ട്രിപ്പ് ആയിരിക്കണം എന്നൊക്കെ തൻ്റെ തീരുമാനം അറിയിച്ചിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ടീം അംഗങ്ങൾക്ക് ആർക്കും അവൻ്റെ ഒപ്പം അങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നതിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ഓർഡർ നൽകിയ സ്ഥിതിക്ക് ഇനിയിപ്പം ഒഴിഞ്ഞു മാറാനും പറ്റില്ല. സാവോൻ ഈ സമയം ഫോൺ കയ്യിൽ പിടിച്ച് ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ഹീജു പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു ഇമോജി അയച്ചതെന്ന് അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ അവൾക്ക് മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ അവൻ ആദ്യം ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ അവൾ ഡിലീറ്റ് ആക്കിയതുപോലെ തന്നെ അവനും ഡിലീറ്റ് ആക്കുന്നു. അവളും ഈ അയച്ചത് ഡിലീറ്റ് ചെയ്താലോ, ഇനി ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അവൻ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഫോൺ കയ്യിൽ പിടിച്ച് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ്റെ മെസ്സേജ് വന്നത്. ആദ്യം നോക്കാൻ പേടിച്ചിട്ട് അവൾ കണ്ണടയ്ക്കുന്നുണ്ട്. പിന്നെ ധൈര്യം സംഭരിച്ച് പതുക്കെ മെസ്സേജ് എന്താണെന്ന് നോക്കുന്നു. ഇന്റർവ്യൂ പാസ്സായതിന് കൺഗ്രാറ്റ്സ് അറിയിച്ചുകൊണ്ടായിരുന്നു അവൻ മെസ്സേജ് അയച്ചത്. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിടരുന്നുണ്ട്. പക്ഷേ അവൾ അതിന് ഉടനെ ഒന്നും റിപ്ലൈ നൽകുന്നില്ല. എന്നാൽ ലഞ്ച് കഴിക്കാൻ പോയിരുന്നപ്പോഴും അവളുടെ റിപ്ലൈ പ്രതീക്ഷിച്ച് സാമൻ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാങ്ങും ദോജയും മറ്റൊരു സ്റ്റാഫും കൂടി അവൻ്റെ ഒപ്പം കഴിക്കാൻ വന്നിട്ടുണ്ട്. ദോജയാണ് ആ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയത്. ഫുഡ് ശരിക്കും ഇഷ്ടപ്പെട്ടതിനാൽ കാങ് ദോജയെ അഭിനന്ദിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. ഈ സമയത്താണ് ഹീജു താങ്ക്സ് പറഞ്ഞുകൊണ്ട് സാമോണിന് റിപ്ലൈ ഇട്ടത്. അതോടെ അവന് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം അവൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവനും ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട്. ജോലി കിട്ടിയതിന് ഹീജു അവനെ താങ്ക്സ് പറഞ്ഞതുകൊണ്ട് ഇനി അവൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് ജോലി കിട്ടിയതെന്ന് വല്ലതും വിചാരിച്ചാലോ എന്ന് കരുതി എൻ്റെ സ്വാധീനം കൊണ്ടൊന്നുമല്ല, നിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് നിനക്ക് ജോലി കിട്ടിയതെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. അതിന് ഉപയോഗിച്ച വാക്കുകൾ കുറച്ച് കട്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് ഇത്തിരി കടുപ്പം കൂടിപ്പോയോ എന്ന് അവൻ അറിയാതെ ഉറക്കെ പറഞ്ഞു പോകുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ കാര്യമായിരിക്കും അവൻ ഉദ്ദേശിച്ചതെന്ന് കരുതി എനിക്ക് കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, സാറിൻ്റെ പല്ലിന് വല്ല കുഴപ്പവും കാണുമെന്ന് കാങ് അടുത്തിരുന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവന് ഒരു മീൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ ഹീജു വീണ്ടും മെസ്സേജ് അയച്ചത്. അങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ പോകുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് സാമോണിന് ഒരു ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അടുത്തിടെ ജോലി കിട്ടിയ ഒരാൾക്ക് എന്ത് ഗിഫ്റ്റാണ് നൽകാൻ നല്ലത് എന്ന് അവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നവരോട് ചോദിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈലോ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനൊക്കെ കാങ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെല്ലാം ലേറ്റസ്റ്റ് തന്നെയാണ്, വേറെ എന്തെങ്കിലും പറയാൻ അവൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കുറെ ഐഡിയാസ് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയത്താണ് ഒരു സ്യൂട്ട് വാങ്ങി നൽകുന്നത് നന്നായിരിക്കുമെന്ന് ദോജെ പറഞ്ഞത്. ആ അഭിപ്രായം സാവോൺ ഇഷ്ടപ്പെടുന്നു. അത് തന്നെ പ്രൊസീഡ് ചെയ്യാൻ അവൻ തീരുമാനിക്കുന്നു. അവനൊരു ഷോപ്പിന്റെ അഡ്രസ്സ് അവൾക്ക് അയച്ചു കൊടുത്തിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ അവിടെ എത്താൻ അവൾക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. താങ്கு കുട്ടിക്കാലത്ത് താമസിക്കുന്ന ഓർഫനേജിനടുത്തുള്ള ഒരു ഹൊറർ ബംഗ്ലാവിനെ കുറിച്ച് മുമ്പ് ക്രൈം റിപ്പോർട്ടിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അവിടെ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അവനും യൂരിയും കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ലാതെ ഒരു ഭാർഗവി നിലയം പോലെ കിടക്കുകയാണ്. വണ്ടി ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും വഴി അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് അവർ ചുറ്റും നടന്നു നോക്കുന്നുണ്ട്.
കമ്പി കൊണ്ട് നല്ല ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന വേലിയാണ് അവിടെ ഉള്ളത്. അത് ചാടിക്കടന്ന് അകത്തേക്ക് കയറാനാണോ അവൻ ഉദ്ദേശിക്കുന്നതെന്ന് യൂരി ചോദിക്കുന്നു. പക്ഷെ അവിടെ ഒരു സ്ഥലത്ത് താഴ്ഭാഗത്തായി തന്നെ വേലിയുടെ കുറച്ച് ഭാഗം ഇളകി കിടപ്പുണ്ടായിരുന്നു. അത് ചവിട്ടി മാറ്റിയിട്ട് അതുവഴിയാണ് അവർ അകത്തേക്ക് കയറിയത്. ഇപ്പോൾ ആരും താമസമില്ലാത്തതുകൊണ്ട് തന്നെ വീടിനകമാകെ പൊടി പിടിച്ചൊക്കെ കിടക്കുകയാണ്. സാംവു കുട്ടിക്കാലത്ത് അവിടെ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ യൂരിയോട് പറഞ്ഞു കൊടുക്കുന്നു. അവൾ ഒരു ക്യാമറയിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു തവണ അവിടെ കളിക്കാൻ വന്ന സമയത്ത് എന്തോ കണ്ട് പേടിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിരുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് അവൻ ഇപ്പോഴാണ് പറയുന്നത്. ഒരു തവണ അവൻ അവിടെ കളിക്കാൻ വന്ന സമയത്ത് അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു. അവൻ അതിൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ യങ് മാസ്റ്റർ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്ക് പുതിയൊരു കളി കളിച്ചാലോ എന്ന് ചോദിച്ചത്. അവൻ കൈവശമുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് കാണിച്ചിട്ട് ആദ്യം നമുക്ക് ഈ പൂച്ചയുടെ വയറ് കുത്തി കയറി കുടൽ പുറത്തെടുക്കാം, അതിനുശേഷം അതിൻ്റെ വാലും കാലും തലയും എല്ലാം പ്രത്യേകം കട്ട് ചെയ്യാം എന്നൊക്കെ പറയുക മാത്രമല്ല അവൻ അത് പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് കണ്ട് പേടിച്ചിട്ടായിരുന്നു സാങ് വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അന്ന് യങ് മാസ്റ്റർ അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വളരെ നിഷ്കളങ്കമായി പറയുന്നത് പോലെയാണ് തോന്നിയത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് എന്ന് സാങ് ഇപ്പോൾ പറയുന്നു. അന്ന് അവൻ ആ പേടിച്ചോടിയ രൂപം ഇപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് മായാതെ കിടപ്പുണ്ട്. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി ആ ഓർഫനേജുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിനെ പറ്റിയും അവൻ യൂരിയോട് പറയുന്നു. ആ ഓർഫനേജിലെ കുറച്ച് കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മിസ്സിംഗ് ആണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ന് വരെ അവരെ എങ്ങും കണ്ടെത്തിയിട്ടില്ല, അവരെങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അവൻ അന്വേഷിക്കാൻ എന്താണ് കാരണമെന്ന് യൂരി അവനോട് ചോദിക്കുന്നുണ്ട്. അന്ന് ആ ബംഗ്ലാവിലേക്ക് ആദ്യം പോയത് ഞാനായിരുന്നു. ഞാൻ തിരികെ എത്തി വിവരം പറഞ്ഞ ശേഷമാണ് ആ കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് അവരെ കാണാതായത്. അതുകൊണ്ട് എനിക്കതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുമ്പ് എനിക്കിതൊന്നും അന്വേഷിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അതിനുള്ള അവസരം ഒത്തു വന്നത് എന്നൊക്കെ സാങ് അവളോട് പറയുന്നു. അവൻ ആ ഓർഫനേജിലാണ് വളർന്നത് എന്നുള്ള കാര്യം അബദ്ധത്തിൽ സാമോനോട് പറഞ്ഞു പോയതിനെ പറ്റി യൂരി അവനോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല സാമോൻ അവനെ പറ്റി വേറെയും കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നതായും അവൾ സൂചിപ്പിക്കുന്നു. ഈ സമയത്താണ് ഹീജുവിന് പ്രസിഡൻഷ്യൽ ഓഫീസിൽ ജോലി കിട്ടിയെന്നതിന്റെ മെസ്സേജ് അവൾക്ക് വന്നത്. യൂരി സന്തോഷത്തോടെ ആ വിവരവും സാങ് യൂനോട് പറയുന്നു. പക്ഷെ അവൻ എന്തോ അത് കേട്ടിട്ട് അത്ര സന്തോഷമൊന്നും ഫീൽ ചെയ്യുന്നില്ല. വൈകിട്ട് 6 മണിക്ക് ഒരു ഷോപ്പിലേക്ക് വരണമെന്ന് ഹീജുവിനോട് സാവൻ പറഞ്ഞിരുന്നല്ലോ. കൃത്യസമയത്ത് തന്നെ അവൾ അവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് അവൻ നേരത്തെ പറഞ്ഞേൽപ്പിച്ചതനുസരിച്ച് അവൾക്ക് പറ്റിയ സൂട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളത് ട്രൈ ചെയ്യാനായി ട്രയൽ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് അതേ ഷോപ്പിലേക്ക് തന്നെ ഇനയും എത്തുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സാമോൻ അങ്ങോട്ടേക്ക് എത്തിയത്. ഇന അവിടെ ഡിസ്പ്ലേ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അത് ട്രൈ ചെയ്യാനായി ട്രയൽ റൂമിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ അവൾക്കത് കുറച്ച് വലുതായി തോന്നുന്നതിനാൽ അതിന്റെ ചെറിയ സൈസ് ട്രൈ ചെയ്യാനായി അവൾ വീണ്ടും പോകുന്നു. ഈ സമയത്താണ് ഹീജു ട്രയൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ട്രൈ ചെയ്ത സൂട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ സാമോനും അത് നന്നായിട്ടുണ്ട് എന്ന് അവളോട് പറയുന്നു. അങ്ങനെ അവരത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പോകാൻ തുടങ്ങുമ്പോഴാണ് ഇന കുറച്ച് മുമ്പ് ട്രൈ ചെയ്ത ഡ്രസ്സ് ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത് സാമൻ കണ്ടത്. അതും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ അവൻ ഹീജുവിനോട് പറയുന്നുണ്ട്. പക്ഷെ അവളത് ട്രൈ ചെയ്യുന്നില്ല. അങ്ങനെ ഇന രണ്ടാമത്തെ ഡ്രസ്സ് ട്രൈ ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ അവിടെ നിന്ന് പോകുന്നു. അവരുടെ ചെറിയൊരു സംസാരം ഇന്നെ കേൾക്കുന്നുണ്ട്. എന്താ സംശയം തോന്നി അവൾ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവരെ കാണുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സ് കൂടി ട്രൈ ചെയ്ത് നോക്കാമായിരുന്നില്ല എന്ന് സാമോൻ ഹീജുവിനോട് ചോദിക്കുന്നുണ്ട്. ആ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിലും എനിക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് അവൾ പറഞ്ഞപ്പോൾ നിനക്ക് എന്തറിയാമെന്നാണ് എന്ന് ചോദിച്ച് അവൻ വഴി തടയുന്നുണ്ട്. അത്ര ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സൊന്നും എനിക്ക് സൂട്ടാവില്ല. അത് മാത്രമല്ല അതൊക്കെ ധരിച്ച് ഞാൻ എങ്ങോട്ടേക്ക് പോകാനാണ് എന്ന് അവൾ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. ഈ സമയത്താണ് അവൻ നിന്നിരുന്നതിൻ്റെ കുറിച്ച് അപ്പുറത്തായി മറ്റൊരു ഡ്രസ്സ് അവൻ്റെ കണ്ണിൽ പെട്ടത്. അതെങ്ങനെയുണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് അവൻ ചോദിക്കുന്നു. അത് കണ്ടപ്പോൾ ഹീജുവിനും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആ ഷോപ്പിൽ കയറി അവരത് ട്രൈ ചെയ്യുന്നുണ്ട്. അവൾ ട്രയൽ റൂമിലേക്ക് പോയ സമയത്ത് സാമൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണല്ലോ. ആ സമയത്ത് ദോജെ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കിഡ്നാപ്പറുടെ കോളിലെ വോയിസ് മോഡുലേഷൻ മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നല്ലോ ദോജെ. 100% ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഒരു 80% വരെയൊക്കെ ആ വിളിക്കുന്ന ആൾ ഒരു പെണ്ണാണ് എന്ന് ഉറപ്പായിരിക്കുന്നു എന്നുള്ള കാര്യം ദോജെ അവനെ അറിയിക്കുന്നു. സാമോന് ആദ്യം അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല കിഡ്നാപ്പർ അവൻ്റെ ഓഫീസിൽ വന്ന് ബോംബ് വെച്ച സമയത്ത് അതൊരു ആണാണ് എന്ന് തെളിഞ്ഞതാണല്ലോ. വിളിക്കുന്ന ആളിന് മറ്റൊരു സഹായം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയവും ദോജെ പറയുന്നു. എന്തായാലും വിശദമായി ഒന്നുകൂടി അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ അവൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീജു ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത്. ആ ഡ്രസ്സ് അവൾക്ക് വളരെ നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഇത്ര ഭംഗിയിൽ അവൻ അവളെ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. കണ്ണെടുക്കാൻ കഴിയാതെ അവൻ കുറച്ച് സമയം അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതേപോലെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കൈയൊക്കെ തനിയെ താഴേക്ക് പോകുന്നു. അവൾ അവനെ അത്രയും മൈൻഡ് ചെയ്യാതെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് എന്ന ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നുണ്ട്. സാവൺ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്നെ സ്വയം താഴ്ത്തി കെട്ടുന്നത് അത്ര നല്ല ശീലമല്ല, ആ ശീലം മാറ്റാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അവളോട് പറയുന്നുണ്ട്. കാരണം കുറച്ച് മുമ്പ് ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും എനിക്ക് ചേരില്ല എന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ. അത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണല്ലോ. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ സമയം ഈ ഷോപ്പിന് മുന്നിലേക്ക് എത്തിയ ഈന അവിടെ നിന്ന് കാണുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഇവരിത്ര നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കണ്ടത് അത്ര ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നില്ല.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഹിജു നേരത്തെ അവനെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞിരുന്ന മീൽ വാങ്ങി കൊടുക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ മുന്നിൽ റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, നമുക്ക് വേറെ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് അവൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇത് കഴിച്ചാലോ എന്ന് ചോദിച്ച് അവളൊരു ഫുഡ് ഐറ്റം ഫോണിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. ഈ സമയത്താണ് സാങ്മോ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. ഫോൺ അവന്റെ നേർക്ക് പിടിച്ചിരിക്കുകയായിരുന്നതിനാൽ അവനും അത് കാണുന്നു. ഹിജുവിന് ജോലി കിട്ടിയതറിഞ്ഞ് കൺഗ്രാസ് പറഞ്ഞുകൊണ്ടായിരുന്നു സാങ്മോ മെസ്സേജ് അയച്ചത്. അവൻ എന്താണ് അയച്ചിരിക്കുന്നതെന്ന് കാണാനായി ഹിജു അത് നോക്കുന്ന സമയത്ത് സാമോൺ അവനുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. ജോലി കിട്ടിയ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ വരുന്നതെന്നായിരുന്നു സാങ്മോ ചോദിച്ചത്. കൂടെ യൂരിയുമുണ്ട്, ഒരുമിച്ച് വൈൻ കഴിക്കാൻ കൂടിയാലോ എന്നൊക്കെയാണ് അവൻ ചോദിച്ചത്. മറ്റൊരു ദിവസം വരാമെന്ന് ഹിജു റിപ്ലൈ നൽകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ തന്നെ ചെല്ലാം, പക്ഷേ ഞാനും കൂടെ വരും എന്ന് സാമോൻ പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് സാങ്മുവിന്റെയും യൂരിയുടെയും അടുത്തേക്ക് പോകുന്നു. അവരിങ്ങനെ ഒരുമിച്ച് വന്നതെന്താണെന്ന് സാങ്മോ ആദ്യമേ തന്നെ ചോദിക്കുന്നുണ്ട്. അവൾ എനിക്കൊരു മീൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു, എന്താ വാങ്ങി തന്നൂടെ എന്ന് സാമോൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അങ്ങനെ ഒരു ഓഫർ നൽകേണ്ട ആവശ്യമില്ലല്ലോ, എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ എന്ന് സാമു തിരിച്ചു ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്, അതിനെന്താണ് കാരണമെന്ന് സാമോൺ അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഷോയുടെ ഭാഗമായിട്ടുള്ള സൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരികെ വരുന്ന വഴിയാണ്. നീ എന്നെക്കുറിച്ച് എന്തൊക്കെയോ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു എന്ന് യൂരി എന്നോട് പറഞ്ഞു. എന്തിനാണ് നീ അതൊക്കെ അറിയുന്നതെന്ന് സാമു അവനോട് ചോദിക്കുന്നു. പക്ഷേ സാമോൺ അതിന് മറുപടി നൽകാതെ നിങ്ങൾ ഏത് ഷോ ആണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഒരു ഓർഫനേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ മിസ്സിംഗ് ആയതിനെ പറ്റിയുള്ള കേസാണ് എന്ന് യൂരി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സാമു ഇടയ്ക്ക് കയറിയിട്ട് നമ്മുടെ ഷോയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ പബ്ലിക് ആക്കുന്നത് ഒട്ടും ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറുകയാണ് എന്ന് പറഞ്ഞ് അവളെ തടയുന്നുണ്ട്. അത് മാത്രമല്ല, നിനക്കെന്താണ് എൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യമെന്ന് ചോദിച്ച് അവൻ വീണ്ടും സാമോനോട് ചൂടാവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനിയും ഇവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സീനാകെ മോശമാകുമെന്ന് തോന്നുന്നതിനാൽ ഹിജു ഇടയ്ക്ക് കയറിയിട്ട് നീ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, എന്നിട്ടൊന്നും പറയുന്നില്ല എന്ന് ചോദിക്കുന്നു. സാങ് അപ്പോഴാണ് അതിനെപ്പറ്റി ഓർക്കുന്നത്. അങ്ങനെ അവൾക്ക് ജോലി കിട്ടിയതിന് അവൻ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഡ്രീം മറ്റൊന്നായിരുന്നല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ ചോദിക്കാൻ കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തെ ആഗ്രഹം പോലെ തന്നെ ന്യൂസ് കാസ്റ്റർ ആവണമെന്ന് തന്നെയായിരുന്നു ഹിജുവിൻ്റെ ആഗ്രഹം. അങ്ങനെ കോളേജിലെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് ഒരു ദിവസം ആപ്ലിക്കേഷൻ ഫോമുമായി അവൾ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ അവിടെ വെച്ച ശേഷം അവൾ അവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നു. അതിനുശേഷം ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ആ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ശരിക്കും എൻജോയ് ചെയ്താണ് അവൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്ന സാങ്മു എന്തോ ശബ്ദം കേട്ട് ഉണരുന്നു. അങ്ങനെ അവൾ ഡാൻസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷെ അവൻ അവളെ ശല്യപ്പെടുത്താതെ അവിടെ നിന്ന് അത് ആസ്വദിക്കുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞ് ഹിജു തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഇവനെ കാണുന്നത്. അങ്ങനെ അവൾ ഷോക്കായി ഡാൻസ് നിർത്തുന്നു. വെപ്രാളപ്പെട്ട് അവളെ പാട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിന്റെ സൗണ്ട് ഒന്നുകൂടി കൂടുന്നുണ്ട്. പെട്ടെന്ന് സാങ്മു ഓടിച്ചെന്ന് അതെല്ലാം ഓഫാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവർ ആദ്യമായി പരിചയപ്പെടുന്നത്. അതിനുശേഷം പല തവണയും ഹിജു ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ചെന്ന് അവന്റെ ഒപ്പം ഇരുന്ന പാട്ട് കേൾക്കാറും മറ്റും ഉണ്ടായിരുന്നു. അന്ന് അവളുടെ സ്വപ്നം ന്യൂസ് കാസ്റ്റർ ആവുക എന്നതായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇപ്പോഴവൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. അവരിങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ഒരുമിച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ യൂരിക്ക് ശരിക്കും കുറച്ച് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നു. ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൂം എന്നൊക്കെ പറയുന്നത് പ്രേമിക്കാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉറപ്പായും ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ യൂരി വലിയ തമാശ പറയുന്ന പോലെ പറയുന്നു. പക്ഷെ സാമോണിന് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആദ്യമൊക്കെ അവൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ഇരുന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഹിജു എന്തിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് പോകുന്നത്? അവൾക്ക് ന്യൂസ് കാസ്റ്റർ ആവാനൊന്നും പറ്റില്ലല്ലോ എന്ന് യൂരി പറയുന്നു. യൂരി അങ്ങനെ പറഞ്ഞത് സാങ്മോന് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ഹിജു ന്യൂസ് കാസ്റ്റർ ആയാൽ പറ്റില്ല എന്ന് അവൻ ചോദിക്കുന്നു. സംസാരിക്കാൻ കഴിയാത്ത ഹിജുവിന് എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്ന് യൂരി സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖത്തെ റിയാക്ഷൻ കണ്ടപ്പോൾ ചോദിച്ചത് അബദ്ധമായി പോയി എന്ന് യൂരിക്ക് തോന്നുന്നു. അങ്ങനെ അവൾ ആകെ ചമ്മുന്നുണ്ട്. മാത്രമല്ല ഹിജുവിന് അത് പറ്റും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയോ സീൻ ഹാൻഡിൽ ചെയ്യുന്നു. നീ എന്തിനാണ് ഇപ്പോൾ ഇക്കാര്യം ഇവിടെ പറഞ്ഞത്? പ്രസിഡൻഷ്യൽ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റർ എന്ന് ഉള്ള ജോലി അത്ര മോശമൊന്നും അല്ലല്ലോ. പിന്നെന്തിനാണ് അവളുടെ ഡ്രീമിനെ കുറിച്ചൊക്കെ നീ ഇപ്പോൾ ഇവിടെ ചോദിച്ചത് എന്ന് ചോദിച്ച് സാമോൺ സാങ്മനോട് ദേഷ്യപ്പെടുന്നു. അവനും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ കട്ടയ്ക്ക് തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്ന് തോന്നുന്നതിനാൽ ഹിജു ഇടപെടുന്നുണ്ട്. മുമ്പ് ഒരു ന്യൂസ് കാസ്റ്റർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് സത്യമാണ്. പക്ഷേ ഈ പ്രസിഡൻഷ്യൽ ഓഫീസിലെ ജോലിയിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് എന്നൊക്കെ കുറച്ച് ദേഷ്യത്തിൽ അവൾ പറയുന്നുണ്ട്. അവൾ ഈ പറഞ്ഞതൊക്കെ സൈൻ ലാംഗ്വേജിലായിരുന്നു. സാങ്മു ആയിരുന്നു ഇതെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിജു ഈ സമയം മുന്നിലിരിപ്പുണ്ടായിരുന്ന വൈൻ എടുത്ത് കുടിച്ചിട്ട് ദേഷ്യത്തിൽ അവിടെ എന്നെ എഴുന്നേറ്റ് പോകുന്നു. യൂരിയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന മട്ടിൽ അവളുടെ ഗ്ലാസ്സിലേക്ക് വൈൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാമോൺ വളരെ രൂക്ഷമായി അവളെ ഒന്ന് നോക്കുന്നുണ്ട്. എന്റെ ഗ്ലാസ് കാലിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചതെന്ന് അവൾ കുറച്ച് ചമ്മൽ അവിടെ പറയുന്നു. ഹിജു റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇനി അവൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഞാനാണ്, എന്തുണ്ട് വിശേഷം, ഒരുപാട് കാലമായല്ലോ, നിന്നെ കുറിച്ച് കേട്ടിട്ട് എന്നൊക്കെയായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത്. അത് കണ്ടപ്പോൾ ഹിജുവിന് ശരിക്കും നല്ല ടെൻഷനാണ് ഫീൽ ചെയ്തത്. അവൾ പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടും തിരികെ വരാത്തത് കൊണ്ട് സാമു അവളെ അന്വേഷിച്ച് പോകാൻ എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് സാമോൺ ചാടി എഴുന്നേറ്റിട്ട് ഐസ്ക്രീം വാങ്ങാനെന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹിജുവിനെ അന്വേഷിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. അവിടെ അങ്ങ് നോക്കിയിട്ട് അവളെ കാണാതെ അവൻ റോഡിനടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത്
രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരികെ പോകുന്നത് അവൻ കാണുന്നു. ഒരു ചേച്ചിയും അനിയത്തിയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ കണ്ടപ്പോൾ ഹീജുവിന്റെയും ഇനയുടെയും കുട്ടിക്കാലം അവൻ ഓർമ്മ വരുന്നു. കുട്ടിക്കാലത്ത് അവർക്കുണ്ടായ ആക്സിഡന്റിന് ശേഷം ഇനയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു. ആ സമയത്ത് ഹീജുവും അവർക്കൊപ്പം ചെന്നിരിക്കും. അവളങ്ങനെ കൂടെ വന്നിരിക്കുന്നത് കണ്ട് അവൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് അവൻ അന്വേഷിക്കുന്നു. എനിക്ക് ചെവി കേൾക്കാത്തത് കൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ അവളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ കൂടെ ഇരിക്കുന്നത് എന്ന് ഹീജു അവനെ എഴുതി കാണിക്കുന്നു. ഇങ്ങനെ ഒരാളെ സഹായത്തിനിരുത്താതെ ചെവി കേൾക്കില്ലെങ്കിൽ ഒന്നുകിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് പഠിക്കുകയോ ചെയ്തുകൂടെ എന്ന് അവൻ അപ്പോൾ ഇനയോടായി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഹീജു ആണ് അത് എഴുതി കാണിക്കുന്നത്. പക്ഷെ അവൻ പറഞ്ഞതുപോലെയൊന്നുമല്ല അവൾ എഴുതി കാണിക്കുന്നത്. അതിന് പകരം അവളെ നന്നായി മാത്സ് പഠിപ്പിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ എന്നാണ് അവൻ പറഞ്ഞത് എന്നാണ് ഹീജു എഴുതി കാണിച്ചത്. അങ്ങനെ അവർ പഠനം തുടങ്ങുന്നു. സാമോൻ ആദ്യം ഇനയ്ക്കൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. പക്ഷെ ഇന എഴുതിയ മിക്കവാറും ആൻസർ എല്ലാം തെറ്റായിരുന്നു. അത്രയും നേരം കുത്തിയിരുന്ന് പഠിപ്പിച്ചിട്ടും അവളെല്ലാം തെറ്റിയാക്കിയത് കാരണം സാമോന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് പറയാനായി ഇനയെ നോക്കിയപ്പോൾ അവളുടെ ഇന്ന് ഉറക്കം തൂങ്ങുകയാണ്. അവന്റെ നോട്ടം കണ്ട ഹീജു ഇനയെ തട്ടി ഉണർത്തുന്നു. സാമോൻ അതേ ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് അവൾക്ക് വീണ്ടും ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആൻസർ തെറ്റിച്ചാൽ നിന്റെ തലവഴി ഞാൻ വെള്ളം കോരിയൊഴിക്കും എന്നവൻ അവിടെ നിന്ന് പറയുന്നു. അവൾക്ക് അത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഹീജു ആണ് അതും എഴുതി കാണിക്കുന്നത്. പക്ഷെ അവൻ പറഞ്ഞതുപോലെ പറയാതെ ഇപ്പോഴും നീ ഒന്നുകൂടെ ചെയ്യ്, നിനക്കത് ശരിയാക്കാൻ പറ്റും എന്നാണ് അവൻ പറഞ്ഞത് എന്നാണ് ഹീജു എഴുതി കാണിക്കുന്നത്. ഇത്തവണ സാമോൻ അത് പിടിച്ചു വാങ്ങി നോക്കുന്നു. ഹീജു ഇനയുടെ കാര്യത്തിൽ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്ന് അന്ന് തന്നെ അവന് മനസ്സിലായിട്ടുള്ളതാണ്. അവനിങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഓർത്തു നിൽക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ആ കിഡ്നാപ്പറുടെ ഫോണിൽ നിന്ന് അവന് കോൾ വരുന്നു. ഹീജു കുറച്ച് മാറി ഇരുന്നിട്ട് അവനെ വിളിക്കുകയാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവളെ തിരിഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. അവൻ നടന്നു പോകുന്ന റോഡിന്റെ എതിർവശത്തായിട്ട് ഒരു ഷോപ്പിന് മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഹീജു ഫോൺ ചെയ്യുന്നത്. ആ സമയത്ത് അവൾ ഇരിക്കുന്നതിന്റെ മുന്നിലായി ഒരു ട്രക്ക് കൊണ്ട് നിർത്തുന്നതിനാൽ അവൾ അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നില്ല. നീ എപ്പോഴെങ്കിലും ഹീജുവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ എന്ന് കോൾ എടുത്ത ഉടൻ തന്നെ സാമോൻ അവളോട് ചോദിക്കുന്നു. ഞാനെങ്ങനെ അവളുടെ ശബ്ദം കേൾക്കാനാണ്, അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഹീജു മറുപടി നൽകിയപ്പോൾ എങ്കിൽ പിന്നെ അവൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് നിനക്കറിയാമോ? അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായ ശേഷം ഇനയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. പക്ഷേ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുകയോ സൈൻ ലാംഗ്വേജ് പഠിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇന ഹീജുവിനെ എപ്പോഴും കൂടെ കൊണ്ട് നടന്ന് അവളെ കൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുകയായിരുന്നു ചെയ്തിരുന്നത്. അവൾ എന്തിനായിരിക്കണം അങ്ങനെ ചെയ്തത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് അന്ന് പാർട്ടി നടക്കുന്ന സമയത്ത് ഹീജുവിന്റെ അമ്മ പറഞ്ഞതിനെ കുറിച്ച് സാമോണിന് ഓർമ്മ വരുന്നത്. എനിക്ക് കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയർമാൻ സ്വന്തം മകനെ നഷ്ടപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ഹീജു സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അമ്മ അവനോട് ചോദിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇന കാരണമായിരിക്കുമോ അവൾ സംസാരിക്കാത്തത് എന്നൊരു സംശയം അവന്റെ മനസ്സിലേക്ക് വരുന്നു. അവനത് ചോദിക്കുന്നുണ്ട്. ചെയർമാന്റെ സ്വന്തം മകളുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ വീടിനുള്ളിൽ താമസിക്കുന്ന അവൾ സംസാരിക്കുന്നതൊട്ടും ശരിയല്ല എന്നുള്ളതുകൊണ്ട് അവൾ സംസാരിക്കാതിരിക്കാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടതാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു കാരണവും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുകൂടി അവൻ പറയുന്നുണ്ട്. ഹീജു പക്ഷെ അതിന് മറുപടി നൽകാതെ നീ മുമ്പ് ഒരു തവണ നിനക്ക് ഹീജുവിനെ വിട്ടയക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഇന തിരികെ വരികയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാനാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഇന തിരിച്ചു വന്നാലും അവളെ വിട്ടയക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് സാമൻ പറഞ്ഞപ്പോൾ എന്താണ് അതിന് കാരണം? നിന്റെ ഉത്തരവാദിത്തം കാരണമാണോ അതോ നിനക്ക് അവളോട് സിമ്പതിയാണോ എന്ന് ഹീജു ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ റെഡി ആവുന്നതിനാൽ സാമോൻ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. അതേസമയത്ത് തന്നെ ഹീജുവിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീജു അവനെ കാണുന്നു. എനിക്ക് ഹീജുവിനോടുള്ളത് സിമ്പതിയൊന്നുമല്ല, എനിക്ക് അവളോടുള്ള ശരിക്കുള്ള ഫീലിംഗ് എന്താണ് എന്ന് സാമൻ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു വണ്ടി അവന് നേരെ പാഞ്ഞെടുത്ത് വരുന്നുണ്ട്. ഇത് കണ്ട ഹീജു ഫോണൊക്കെ താഴെയിട്ടിട്ട് അവന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നു. വണ്ടി വരുന്നത് കണ്ട് സാമൻ ആകെ ഷോക്കായി നിൽക്കുകയായിരുന്നു. കൂട്ടത്തിലാണ് അവൾ ഉറക്കെ തന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നതും കൂടി അവൻ കണ്ടത്. അങ്ങനെ അവൻ അവിടെ സ്റ്റക്കായതുപോലെ നിൽക്കുകയാണ്. ഹീജു ഓടിച്ചെന്ന് അവന്റെ മുകളിലേക്ക് ചാടി വീണ് അവനെയും കൊണ്ട് മറിഞ്ഞൊരു സൈഡിലേക്ക് വീഴുന്നു. അതുകൊണ്ട് വണ്ടി അവരെ ഇടിക്കുന്നില്ല. പക്ഷെ രണ്ടുപേരും കൂടി റോഡിലേക്ക് വീണ് ചെറിയ പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. കൈ റോഡിലിടിച്ച് വീണത് കാരണം ഹീജുവിന്റെ കൈക്ക് ചെറിയ പരിക്ക് പറ്റുന്നുണ്ട്. രണ്ടുപേരും എഴുന്നേറ്റ് മാറി സൈഡിലുള്ളത് ചെന്നിരുന്ന ശേഷം സാമോൻ അവളുടെ കയ്യിൽ ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കുന്നു. കൈക്ക് പരിക്കൊന്നും പറ്റാതെ ശ്രദ്ധിക്കണമെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണ് എങ്ങനെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്? നിനക്ക് എങ്ങനെ അത്ര ഫോഴ്സിൽ എന്നെ മറിച്ചിടാൻ പറ്റി എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നു. ഇതിനിടയിലാണ് അവൾ തന്റെ പേര് വിളിക്കുന്നത് പോലെ കേട്ടിരുന്നല്ലോ എന്ന് അവൻ ഓർമ്മ വരുന്നത്. നിന്റെ ശബ്ദം നേരത്തെ കേട്ടതുപോലെ എനിക്ക് തോന്നിയിരുന്നോ? നീ എൻ്റെ പേര് വിളിച്ചിരുന്നോ എന്ന് അവൻ ചോദിക്കുന്നു. പക്ഷെ അവൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ശരിക്കും അവൾ വിളിച്ചത് തന്നെയാണ് എന്ന് അവൻ ഉറപ്പാവുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി നിന്റെ ശബ്ദം കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നീ ഒന്ന് സംസാരിച്ചെന്ന് കരുതി ഈ ലോകം മുഴുവൻ തകർന്നു വീഴാനൊന്നും പോകുന്നില്ല. ഇത്രയും കാലം പറയാതെ നീ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും നിനക്ക് തുറന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. പക്ഷെ അവൾ അതിനൊന്നും മറുപടി നൽകാതെ വിഷമത്തോടെ മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ. അന്ന് വീട്ടിലെത്തി അവൻ വാങ്ങിയ ഡ്രസ്സ് വാർഡ്രോബിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അത് വാങ്ങി തന്നപ്പോൾ അവൻ പറഞ്ഞതിനെ പറ്റിയൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. അത് ആലോചിച്ചപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നു. ഈ സമയത്താണ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് അവൾ കോൾ വന്നത്. പേടിച്ചാണ് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തത്. പേടിച്ചതുപോലെ തന്നെ ആ കിഡ്നാപ്പർ ആയിരുന്നു അവളെ വിളിച്ചത്. അവർ തമ്മിൽ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അടുത്ത ദിവസം ഹീജു പ്രസിഡൻഷ്യൽ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ വെൽക്കം ചെയ്യാനായി ചീഫ് നേരിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു.
അവളെ കൂടാതെ വേറെ പുതിയ 3 പേർ കൂടി അന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ചീഫ് ഓരോരുത്തരെയും പരിചയപ്പെടുകയാണ്. ഹിജുവിനെ പരിചയപ്പെട്ട സമയത്ത് അവളുടെ പേരൊക്കെ ചോദിച്ചപ്പോൾ അവൾ സൈൻ ലാംഗ്വേജിലാണല്ലോ മറുപടി നൽകിയത്. എനിക്ക് സൈൻ ലാംഗ്വേജ് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇതുവരെ അറിയില്ലായിരുന്നു. കാങ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് രഹസ്യമായത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾ മനസ്സിലാക്കുക, ബാക്കിയുള്ളവരുമായിട്ട് അവൾ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള സംശയം ചീഫിനുണ്ടാവുന്നു. അതിന് മറുപടി നൽകിയത് സാമോനാണ്. ഞാൻ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇവർ കൺവേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് എനിക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. ഇന്റർവ്യൂവിന്റെ സമയത്ത് താൻ അവനോട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതിനെ പറ്റി ഹിജു അപ്പോൾ ഓർക്കുന്നുണ്ട്. ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും സാമോൻ പറയുന്നു. ചീഫ് അത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ അന്ന് മുതൽ അവൻ ഹിജുവിന്റെ അടുത്ത് നിന്ന് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്നു. അവർ രണ്ടുപേരും കൂടി ഒരു റൂമിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യം ഹിജു ആൽഫബറ്റ്സിന്റെ സൈനാണ് അവന് നൽകിയത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു, മുൻകൂറായിട്ട് ഒന്ന് തയ്യാറെടുത്തിരിക്കാമെന്ന് കരുതി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, വിചാരിച്ചതുപോലെ അത്ര പാടൊന്നുമില്ല എന്ന് അവൻ പറയുന്നു. അപ്പോൾ പിന്നെ ഹിജു മുന്നിലുണ്ടായിരുന്ന ഒരു പേപ്പറും പേനയും കൂടി അവന് നൽകുന്നു. അതിൽ 100 ക്വസ്റ്റ്യൻസ് എഴുതാനും അതിനുള്ള ആൻസർ എഴുതാനുമുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യമോ അതിൽ എഴുതണം. അത് പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് അതിലൊരു സെന്റൻസ് എഴുതി അവളെ കാണിക്കുന്നു. അവൾ അത് സൈൻ ലാംഗ്വേജിലാക്കി അവന് പറഞ്ഞു കൊടുക്കുന്നു. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഒരു സെന്റൻസ് കൂടി എഴുതി കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ 1-2 തവണ തുടരുന്നു. ഇടയ്ക്ക് അവൻ ചെയ്യുന്നത് ശരിയാവാതിരുന്ന സമയത്ത് അവൾ കൈ പിടിച്ച് നേരെ ആക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ 3 സെന്റൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അത് 3 കൂടി ഒരുമിച്ച് അവളുടെ മുന്നിലിരുന്ന് പറയുന്നു. അവളുടെ ഒപ്പം ജോലി ചെയ്യുന്നതിൽ നല്ല സന്തോഷമുണ്ട്, വളരെ പ്രതീക്ഷയോടെയാണ് അത് കാണുന്നത് എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് എന്ന് അവൾ തിരിച്ചും കാണിക്കുന്നു. അങ്ങനെ ഹിജുവിന്റെ സൈൻ ലാംഗ്വേജ് ക്ലാസ് സക്സസ്ഫുൾ ആയി തന്നെ മുന്നോട്ട് പോകുന്നു. പുതിയതായി വന്നവരെ വെൽക്കം ചെയ്യാനായിട്ട് അന്ന് വൈകിട്ട് അവരൊരു ടീം ഡിന്നർ നടത്തുന്നുണ്ട്. പതിവിന് വിപരീതമായി അന്ന് സാമൻ കൂടി അവർക്കൊപ്പം ഡിന്നറിന് ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി സ്റ്റാഫ് എല്ലാം ആകെ ശ്വാസം മുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അവനിങ്ങനെ തങ്ങൾക്കൊപ്പം ടീം ഡിന്നറിനൊന്നും വരാത്തത് കൊണ്ട് അവന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്നും വരാറുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് വന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കാങ് അവനോട് ചോദിക്കുന്നു. പക്ഷേ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്ന മീറ്റ് കരിയുന്നത് കണ്ടപ്പോൾ അവൻ തന്നെയാണ് അതെടുത്ത് ശരിയാക്കിയതും കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയതുമൊക്കെ. അവന്റെ ആ സ്കില്ല് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ആരൊക്കെയോ വീഡിയോയിലും അത് പകർത്തുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് സാമോൻ അന്ന് പഠിച്ച സൈൻ ലാംഗ്വേജ് അവർക്ക് മുന്നിൽ കാണിക്കുന്നു. പുതിയതായി വന്ന മറ്റ് ഇന്റർപ്രിറ്റേഴ്സിന് അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. അത് ബാക്കിയുള്ളവർക്ക് കൂടി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നല്ല സന്തോഷത്തിൽ തന്നെ ഡിന്നർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ ദോജയ്ക്ക് ഒരു കോൾ വന്ന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു. ഇപ്പോൾ അവൻ തിരികെ എത്തിയ ശേഷം സാമോന്റെ അടുത്ത് നിന്ന് രഹസ്യമായി എന്തോ പറയുന്നു. അങ്ങനെ സാമോൺ അവന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കിഡ്നാപ്പറുടെ കറക്റ്റ് ആയിട്ടുള്ള വോയിസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അവൻ കുറെ ഫയലൊക്കെ നൽകിയിരുന്നല്ലോ. അത് എങ്ങനെയോ വൈറസ് കയറി ആ കമ്പ്യൂട്ടറിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ച് ഫയൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദോജെ ഹെഡ്ഫോൺ നൽകി അവൻ എന്തോ കേൾപ്പിക്കുന്നു. ഈ സമയത്ത് ഹിജു വാഷ്റൂമിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം തനിക്ക് വന്ന കിഡ്നാപ്പറുടെ കോളിനെ പറ്റി അവൾ ഓർക്കുന്നുണ്ട്. അന്ന് സാമോണിന്റെ നേരെ ഒരു വണ്ടി പാഞ്ഞെടുത്തിരുന്നല്ലോ. അത് ഓടിച്ചിരുന്നത് കിഡ്നാപ്പർ ആയിരുന്നു. സാമോണിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ വണ്ടിക്ക് മുന്നിലേക്ക് ചാടിയത് അവൻ നേരിട്ട് കണ്ടല്ലോ. നേരത്തെ അവനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന അവൾ ഇപ്പോൾ മനസ്സ് മാറ്റിയോ എന്ന് കിഡ്നാപ്പർ അവളോട് ചോദിക്കുന്നു. അവനാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹിജു ആകെ ഷോക്കായിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഡിവോഴ്സ് ചെയ്യാനുള്ള പ്ലാൻ മാറ്റിയോ എന്നുകൂടി അവൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ എന്ത് തീരുമാനിച്ചാലും നിനക്കെന്ത് വേണം എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. സാമോൺ നല്ലവനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവാം, പക്ഷെ അങ്ങനെയല്ല. അവനെ വളരെ നന്നായിട്ട് എനിക്കറിയാമെന്ന് കിഡ്നാപ്പർ പറഞ്ഞപ്പോൾ നിനക്ക് അവനെക്കുറിച്ച് എന്തറിയാമെന്ന് ഹിജു ചോദിക്കുന്നു. എന്നെക്കാൾ നന്നായി സാമോണിനെ മനസ്സിലാക്കിയിട്ടുള്ള മറ്റാരുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. നീ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. കാരണം സാമോൺ അധികം വൈകാതെ നിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ സാധ്യതയുണ്ട് എന്ന് കിഡ്നാപ്പർ അവളോട് പറയുന്നു. അതിനെപ്പറ്റിയൊക്കെയായിരുന്നു ഹിജു ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. താനാണ് കിഡ്നാപ്പർ എന്ന രീതിയിൽ അവനെ വിളിക്കുന്നതെന്ന് സാമോൺ പെട്ടെന്ന് കണ്ടെത്തുമോ എന്നുള്ള ഒരു പേടി അവളെയും പിടികൂടുന്നുണ്ട്. സാമോൺ ഈ സമയം ദോജെ അവനെ കേൾപ്പിച്ച ആ വോയിസ് കേൾക്കുകയായിരുന്നല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ വിളിക്കുന്നതെന്നാണ് ഇതുവരെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ദോജെ അവനെ അറിയിക്കുന്നു. അവനോട് വളരെ അടുപ്പമുള്ള അവന്റെ സിഗരറ്റുകളെല്ലാം അറിയാവുന്ന ആരെങ്കിലും അവന് സംശയമുണ്ടോ എന്നും ദോജെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരുന്ന ഹിജുവിനെ അവൻ കാണുന്നത്. അവളായിരിക്കുമോ ഈ കോൾ ചെയ്യുന്നത് എന്നൊരു സംശയം സാമോന്റെ മനസ്സിലേക്ക് വീണ്ടും വരുന്നു. കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഓർത്ത് നോക്കിയപ്പോൾ അവൾ തന്നെ ആയിരിക്കണം വിളിക്കുന്നത് എന്ന് ഒരു ശക്തമായ തോന്നൽ അവനുണ്ടാവുന്നു. മറ്റൊരു വോയിസ് ക്ലിപ്പ് ഞാൻ നിനക്ക് അയച്ചു തരാം. അതും ഇപ്പോൾ ഈ അനലൈസ് ചെയ്തെടുത്ത വോയിസും കൂടി കമ്പയർ ചെയ്തിട്ട് രണ്ടും ഒരാളുടേത് തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാൻ സാമോൺ ദോജയ്ക്ക് നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം അവൻ തിരികെ പോയി ടീം അംഗങ്ങൾക്കൊപ്പം ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംശയം മനസ്സിൽ തോന്നിയതുകൊണ്ടായിരിക്കണം അവൻ നന്നായി മദ്യപിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് വണ്ടി ഓടിച്ചു പോകാനുള്ള പരുവത്തിലായിരുന്നില്ല അവൻ.
ഒരു ഡ്രൈവറെ വിളിച്ചാണ് അവൻ തിരികെ പോയത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ബാക്കി ടീമംഗങ്ങളെല്ലാം കൂടി അടുത്ത റൗണ്ടിനായി പോകുന്നുണ്ട്. പക്ഷെ ഹീജു മാത്രം ഒരു ടാക്സി വിളിച്ച് തിരികെ പോകുന്നു. അവൾ പാർക്കിംഗ് ഏരിയയിൽ ചെന്നിറങ്ങി ബിൽഡിങ്ങിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സാവോൻ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നത്. അങ്ങനെ അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോർ തുറന്ന് അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ബോധം വീഴുന്നില്ല. അങ്ങനെ അവൾ അവനെ താങ്ങി പിടിച്ച് ഒരു വിധത്തിൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ റൂമിനടുത്തെത്തി ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ ഉടൻ രണ്ടുപേരും കൂടി മറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നു. അതിൽ ദോജ ആ സമയത്ത് അവൻ നേരത്തെ അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പും കിഡ്നാപ്പറുടെ വോയിസും കൂടി അനലൈസ് ചെയ്തതിന്റെ റിസൾട്ട് അവന് മെസ്സേജ് ഇടുന്നുണ്ട്. 100% മാച്ചാണ് എന്നുള്ള രീതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. പക്ഷേ സാവോൻ ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ. സാമോനും ഹീജും കൂടി താഴേക്ക് വീണിരുന്നല്ലോ. അവരെങ്ങനെയാണ് ചെന്ന് വീണതെന്നൊക്കെ പിന്നീടാണ് കാണിക്കുന്നത്. സാമോന്റെ മുകളിലേക്കായിരുന്നു ഹീജു വീണത്. ചെന്ന് വീണ വീഴ്ചയിൽ ഒരു ആക്സിഡന്റൽ കേസും സംഭവിച്ചിരുന്നു. അങ്ങനെ അവൾ അവന്റെ മുകളിൽ കിടക്കുകയാണ്. അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയ സമയത്ത് അവൻ കണ്ണു തുറന്ന് അവളെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.